തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. ഞങ്ങളേവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, സന്തോഷം, വിശുദ്ധി എല്ലാം കൊണ്ട് നിറയ്ക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും സകല വിശുദ്ധരുടെയും മാലാഖമാരുടെ സാന്നിധ്യ സഹായത്തിലും നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും ഇടവക മധ്യസ്ഥന്റെയും മധ്യസ്ഥയുടെയും ഒക്കെ സാന്നിധ്യ സഹായം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശക്തമായ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരത്തിൽ രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകിയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും ജനങ്ങളെ വെഴുതിരിക്കാതിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഈ പ്രേമക്കുരുക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ മേഖലയിൽ നമ്മൾ ബഹിഷ്കരണ പ്രാർത്ഥന, വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കളെ പലപ്പോഴും ഈ പ്രേമക്കുരുക്കിൽ പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒത്തിരിയേറെ വശീകരണ യന്ത്രങ്ങളുണ്ട്, ക്ഷുദ്ര ശക്തികളുണ്ട്. നമ്മുടെ മക്കളെ അവരിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ചില ഭക്ഷണത്തിലൂടെ, ചില ഗിഫ്റ്റിലൂടെ, ചില വസ്തുക്കളിലൂടെ, ചിലപ്പോൾ ചില ശാരീരികമായ സ്പർശനത്തിലൂടെ, ഇവൻ ചില നോട്ടത്തിലൂടെ പോലും ചില വശീകരണ ശക്തികൾ നമ്മുടെ മക്കളിലേക്ക് പ്രവഹിപ്പിച്ചുകൊണ്ട് ഈ ലൗകികാതിലും മറ്റ് തെറ്റായ സ്നേഹക്കുരുക്കുകളിലും നമ്മുടെ മക്കളെ വീഴ്ത്തുന്നു. അങ്ങനെ വീണു കഴിഞ്ഞാൽ ഈ ആത്മാവ് ഈ മക്കൾ നയിക്കും. ഉദാഹരണം ഞാൻ പറയാം. ഇത് വെള്ളമാണ്. ഈ വെള്ളത്തെ ക്ഷുദ്രമാക്കാൻ പറ്റും. ഇത് നിങ്ങളുടെ അറിവിന് വേണ്ടി മാത്രം പറയാം. ആത്മീയമായ മേഖലയിൽ ഒരു മന്ത്രവാദിയുടെയോ ഒരു ക്ഷുദ്ര പ്രവൃത്തിയുടെയോ ജിന്ന് വച്ച് ഉപയോഗിക്കുന്ന, ചാത്തൻ സേവ നടത്തുന്ന, ഊതി പിശാചിനെ കയറ്റുന്ന, തുപ്പി പിശാചിനെ കയറ്റുന്ന, വിളിച്ചു വരുത്തി ആവാഹിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. നമുക്കറിയാം. ഇന്ന് അത് ഉപയോഗിച്ച് അനേകം മക്കളെ കീഴ്പ്പെടുന്ന പ്രവൃത്തി കേട്ടോ. ഈ ഒരു വസ്തു, ഈ ഒരു വെള്ളം എനിക്കൊരു കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു പെൺകുട്ടിയെ വശീകരിച്ചെടുക്കും. അതിനുവേണ്ടി ഇത് ക്ഷുദ്രമാക്കും. എങ്ങനെയെന്നറിയോ? വശീകരണത്തിന്റെ ആത്മാക്കളെ വിളിച്ചു വരുത്തി ഈ വെള്ളത്തിലേക്ക് കയറ്റും. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്റെ അച്ഛ കള്ളിൽ ചേർത്ത് ഏതാണ്ട് കൊടുത്തുന്ന തോന്നണ. എത്ര ഡി അഡിക്ഷൻ സെന്ററിൽ പോയാലും എത്ര മരുന്ന് കഴിച്ചാലും മദ്യം ഉപേക്ഷിക്കാൻ പറ്റണില്ല. കള്ളിൽ ചേർത്ത് ഏതാണ്ട് കൊടുത്തു, ഏതാണ്ട് ഒരു ആത്മാവിനെ കയറ്റും. കള്ളിലേക്ക് കയറ്റും, വെള്ളത്തിലേക്ക് കയറ്റും, ഒരു ഗിഫ്റ്റിലേക്ക് കയറ്റും, ഒരു വസ്തുവിലേക്ക് കയറ്റും. കുറെ നാളു മുമ്പ് അച്ഛൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു
വശീകരണ യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് ലവ് ജിഹാദി പെട്ടുപോയ അവസ്ഥ. ഇനി ഒരു കാര്യം പെട്ടോ, ഈ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ടെന്ന് കോടതി പറയും, നിയമം പറയും, അങ്ങനെയൊന്നും ഇല്ല. കാരണം ഇത് കോടതിക്കോ പോലീസിനോ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം പെൺകുട്ടി അവന്റെ പിന്നാലെ പോവാണ്, 18 വയസ്സായി, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ ഈ കൊച്ചിനെ ഇവനിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്ന ഒരാത്മാവുണ്ട്, പൈശാചികതയുണ്ട്. അതിനെ കോടതിക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? പോലീസിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? അതിന് ആത്മീയ ശുശ്രൂഷ ചെയ്താലേ പറ്റൂ. കാരണം ഈ വസ്തുവിലൂടെ ഞാൻ പറയാം, ഈ സംഭവം കേട്ടോ, ഇത് ഒന്നും നല്ലട്ടോ, കുറെ സംഭവങ്ങൾ അച്ഛൻ അറിയാം. ഈ കൊച്ച് രക്ഷപ്പെടുന്ന ആഗ്രഹമുണ്ട്, ഇവൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവൾ പറയണ്, അവന്റെ സ്വരം കേട്ടാൽ എനിക്കറിയില്ല അച്ഛാ, ഞാൻ അവന്റെ പിന്നാലെ പോവാ. അവൻ പറഞ്ഞ എന്ത് ചെയ്യും? അവന്റെ കൂടെ കറങ്ങാൻ പോവും, അവന്റെ കൂടെ കിടക്കും, അവന്റെ കൂടെ വ്യഭിചരിക്കും, എന്ത് ചെയ്യും? ഒരു മടിയില്ല അവന്റെ സ്വരം കേട്ടാൽ. അവസ്ഥ എന്നറിയോ? ഇവളിലേക്ക് ഒരു വശീകരണ ശക്തി കെട്ടിവിട്ടേക്കാം. ഇതെങ്ങനെയാന്ന് കേട്ടോ, ഈ കൊച്ചിന് ആദ്യം ഇവരെ എംടെക് പഠിക്കുന്ന മിടുക്കി കൊച്ചാ, നല്ല സമ്പത്തും കഴിവും, നല്ല ക്രിസ്ത്യാനി കൊച്ച്. ഈ കൊച്ച് ഇവള് എംടെക് പഠിക്കുന്ന സമയത്ത് ഇവനൊരു ഗിഫ്റ്റ് കൊടുത്തു. വലിയ ബന്ധമൊന്നുമില്ല, ഇവര് കൂടെ പഠിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെ ഗിഫ്റ്റ് കൊടുത്തു. ഈ ഗിഫ്റ്റ് കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോ കുറെ കാര്യങ്ങൾ, നീ കൊച്ചോട് ഗിഫ്റ്റ്, ആദ്യത്തെ ഗിഫ്റ്റ്, പിന്നെ പലതും കൊടുത്തോ. ആദ്യത്തെ ഗിഫ്റ്റ് കേട്ടോട്ടോ എന്ന് പറഞ്ഞാല് ഒരു തിരുഹൃദയത്തിന്റെ പടം ലാമിനേറ്റ് ചെയ്താ. ഞാൻ കൊണ്ടുവന്ന് നോക്കി, ഒന്ന് പൊളിച്ചു നോക്കിയപ്പോ ആ പടത്തിന്റെ ബാക്കില് അറബി എഴുതിയ ഒരു തകിട് വച്ചിട്ട് അടച്ചു വെച്ച് അത് ലാമിനേറ്റ് ചെയ്ത് കൊടുത്തേക്ക. പടം ഏതും ആകട്ടെ, ആ പടത്തിന്റെ ശക്തി എവിടെയാ? വെഞ്ചരിപ്പിലൂടെ ദൈവിക ചൈതന്യം വിളിച്ചിറക്കി ഒരു തിരുഹൃദയത്തെ, ഒരു ക്രൂശിത രൂപത്തെ വെഞ്ചരിപ്പിലൂടെ ദൈവിക ശക്തി ആവാഹിപ്പിക്കുമ്പോ ഈ രൂപങ്ങൾ വെഞ്ചരിച്ചാൽ അതിന് ദൈവിക ശക്തിയുണ്ട്, കൃപയുണ്ട്. ഇതുപോലെ ഒരു വസ്തുവിലേക്ക് പിശാചൻ വിളിച്ചു കയറ്റിയാൽ ആ വസ്തുവിന് പൈശാചിക ശക്തിയുണ്ട്, വശീകരണ ശക്തിയുണ്ട്. അതുകൊണ്ട് വെഞ്ചരിപ്പിനൊക്കെ ഭയങ്കര പവറാ. രൂപങ്ങൾ വെഞ്ചരിക്കാതെ പോയാൽ അത് വെറും ഒരു വസ്തു. അതുകൊണ്ട് രൂപങ്ങള്, വിശുദ്ധ വസ്തുക്കള് വെഞ്ചരിച്ച് ഉപയോഗിച്ചാൽ അതിന് ദൈവിക ചൈതന്യത്തിന്റെ, ദൈവകൃപയുടെ, പിശാചിനെതിരെ ശക്തമായ കൃപയുടെ വസ്തുവായി, ആയുധമാക്കി മാറ്റാൻ പറ്റും. ഇതുകൊണ്ട് ഈ മകൻ ഇവളിലേക്ക് ഈ വസ്തുവിലൂടെ ഒരു പൈശാചിക ശക്തി കയറ്റി. പിന്നീട് അങ്ങോട്ട് കുറെ വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റണില്ല. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ധ്യാനത്തിന് വന്നു, കുമ്പസാരിച്ചു, പാപമേറ്റു പറഞ്ഞു, വസ്തുക്കൾ കൊണ്ടുവന്നു, അതിനെ നിർവീര്യമാക്കി. ആ കുഞ്ഞിന് വേണ്ടി പാപപരിഹാര ബലി അവൾ അർപ്പിച്ചു. അതിനുശേഷം വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞ് ഈ അരൂപിയിൽ നിന്ന് മോചനം പ്രാപിച്ചു. ആ ബന്ധം അവിടെ വെച്ച് അവൾ അവസാനിപ്പിച്ചു. പല ധ്യാനം കൂടിയിട്ടും അവൾക്ക് വിട്ടുപോയിക്കാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ ഈ വിടുതൽ കിട്ടിയപ്പോ ആ മകൾ പരിപൂർണമായിട്ട് മോചനം പ്രാപിച്ചു. ഇങ്ങനെ ഒത്തിരിയേറെ മക്കൾ നമ്മുടെ CA കഴിഞ്ഞ മക്കള്, ഉദ്യോഗസ്ഥരായ മക്കള്, വലിയ സ്ഥാനത്തുള്ള മക്കള്, ഈ മക്കളെ പലരെയും ഇന്ന് വശീകരിച്ച് ഈ പ്രേമക്കുരുക്കില്, ഞാൻ പറഞ്ഞില്ലേ, അപ്പനെ കൂളാക്കി വിടും, അമ്മേനെ കൂളാക്കി വിടും, ആംഗളമാരെ തിരസ്കരിക്കും, സ്വന്തം കുടുംബത്തെ കോടതിയിൽ തള്ളിപ്പറയും, പോലീസിനെ പറയും എനിക്ക് ഇവിടെ കൂടെ പോണ്ട. സഭ, വിശ്വാസം, വചനം, വിശുദ്ധ കുർബാന, സ്വർഗം, ദൈവം, ഇതൊക്കെ വിട്ടുപേക്ഷിക്കാൻ ഒരു മടിയില്ലാത്ത രീതിയിൽ ഈ വശീകരണ പിശാചികൾ ക്ഷുദ്രത്തിലൂടെ, ഗിഫ്റ്റിലൂടെ കയറിപ്പറ്റിയ പൈശാചിക ശക്തികൾ നമ്മുടെ മക്കളെ അങ്ങോട്ട് കൊണ്ടുപോകും. ഇത് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു കോടതി കണ്ടുപിടിക്കാൻ പറ്റുമോ? ഒരു നിയമത്തിന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പൊ കോടതി പറയും ലവ് ജിഹാദ് ഇല്ല, പോലീസ് പറയും അങ്ങനെയൊന്നില്ല, അതിന് നിയമങ്ങളില്ല, അങ്ങനെ നിയമമില്ല, അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതാണ് സത്യം, ഇതാണ് സത്യം. അവര് പറയും നിങ്ങൾ തെളിയിക്കും. ആ കൊച്ചിഷ്ടപ്പെട്ടിട്ട് ഇറങ്ങിപ്പോന്നു, ആർക്ക് തടയാൻ പറ്റും? അവിടെ സ്വാതന്ത്ര്യമില്ലേ? അതെ. പക്ഷെ ഈ സ്വാതന്ത്ര്യത്തിലേക്കും ആ ഇഷ്ടപ്പെടലിലേക്കും ആ കൊച്ചിനെ നയിച്ചത് എന്താ? ഞാൻ ഇടയ്ക്ക് പറയും, നമ്മുടെ മക്കള് ഈ ഹലാല് ഭക്ഷണം നിർത്തിയ ബുദ്ധിക്ക് കുറെ പ്രകാശം, വെളിവും കിട്ടും. അതിലൂടെയൊക്കെ ഓരോരോ കാര്യത്തിനു വേണ്ടി പിശാചിനെ കയറ്റിവിട്ട് ആ ഭക്ഷണത്തെ, ആ വസ്തുവിനെ പൈശാചിക ശക്തികളാൽ നിറച്ച്
അത് ഉള്ളിലോ കയ്യിലോ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ഈ ആത്മാവ് നയിക്കും. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല മക്കളെ, ഇതാണ് സത്യം. അതുകൊണ്ട് ഇന്ന് പല മേഖലകളും ഈ പൈശാചിക ശക്തി വച്ച് കീഴ്പ്പെടുത്തി നശിപ്പിക്കുമ്പോ നമ്മുടെ മക്കളെ ഈ പല മേഖലകളിൽ, നമ്മുടെ ബിസിനസ്, കുടുംബം, ജീവിതം, സഭ, പൗരോഹിത്യം, ഇതിനൊക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. ആത്മീയമായ മേഖലയിൽ ഇതിനെതിരെ കേസൊന്നും ഉണ്ടാവില്ല മക്കളെ. ഇതിനെതിരെ ഒരു നിയമം നടപടി ഇടാൻ പോല. കാരണം നിയമത്തിന്, ഞാൻ പറഞ്ഞില്ലേ, നിയമത്തിന് പോലീസിന് കണ്ടുപിടിക്കാൻ ആത്മീയ മേഖലയെ കണ്ടുപിടിക്കാൻ പറ്റും. ചില രോഗങ്ങളുണ്ട് മെഡിക്കൽ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റില്ല, സ്കാനിങ്ങിന് ഒന്നിനും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ രോഗം ആത്മാവ് കയറി പറ്റിയ രോഗങ്ങളാണ്. അത് മാറണമെങ്കിൽ ഒരു മരുന്നിനോ ഒരു മെഡിക്കൽ സയൻസിനോ ഒരു ഡോക്ടറിനോ കണ്ടുപിടിക്കാൻ പറ്റൂല. അതിന് ആത്മീയമായ മേഖല തന്നെ പറ്റുള്ളൂ. ആത്മാവിനെ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ടെസ്റ്റ് ഉണ്ടോ? ഏതെങ്കിലും സ്കാനിങ് ഉണ്ടോ? ഏതെങ്കിലും പരിശോധനയുണ്ടോ? ഒരു സ്കാനിങ്ങും ഇല്ല, ഒരു പരിശോധന ഇല്ല, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ആത്മീയമായ മേഖലയിൽ ഇന്ന് അതിശക്തമായ പൈശാചിക പ്രവർത്തികൾ നടക്കുന്നുണ്ട് മക്കളെ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ്, ആത്മീയമായ പോരാട്ടത്തിൽ ആത്മീയമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ആത്മീയമായ ശക്തിയിൽ നിറഞ്ഞ് ഈ പിശാചിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ കീഴ്പ്പെടുത്തി വച്ചിരിക്കുന്ന ഈ ലവ് ജിഹാദിന്റെയും ഈ വശീകരണ യന്ത്രങ്ങളുടെയും തെറ്റായ സ്നേഹബന്ധത്തിന്റെയും ക്ഷുദ്രശക്തികളുടെയും, അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സിനിമകൾ പടച്ചു വിടുക. ആ പ്രേമം, ഈ പ്രേമം, ഇങ്ങനെ കറങ്ങല്, ഇതൊക്കെ പടച്ചു വിടുക. അങ്ങനെ കേറി വരുമ്പോ ഈ പിശാച് ഇതിലൂടെയും കയറി പറ്റുക. അതൊരു പ്രിയപ്പെട്ട മക്കളെ, പല മേഖലകളിലൂടെ നമ്മുടെ മക്കളെ ഈ പാപത്തിലേക്ക് നയിക്കുന്ന പൈശാചിക ശക്തികൾ നമ്മുടെ മക്കളെ കീഴ്പ്പെടുത്തി വച്ചിരിക്കുമ്പോ ആ മേഖലയിൽ നമ്മൾ ആത്മീയ ശുശ്രൂഷയിൽ കർത്താവിന്റെ കുരിശു മരണ ശക്തിയില് വിശുദ്ധ മിഖായേലിന്റെയും യൗസേപ്പിതാവിന്റെയും പരിശുദ്ധമ്മ, യൗസേപ്പിതാവിനെ കുറിച്ച് നമുക്കറിയാലോ, ടെറർ ഓഫ് ഡീമൺസ്, പിശാചികളുടെ പേടി സ്വപ്ന. പരിശുദ്ധ അമ്മ നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്തവൾ, പിശാചിനെ മലർത്തിയിട്ട് കുന്തം കൊണ്ട് കുത്തിക്കയറ്റി നശിപ്പിച്ചവൻ വിശുദ്ധ മിഖായേൽ. കർത്താവിന് കുരിശു മരണ ശക്തി പാപത്തെ, പിശാചിനെ, തന്റെ മരണത്താൽ മരണത്തിന് മേൽ അധികാരമുള്ള പിശാചിനെ എന്നേക്കുമായി നശിപ്പിച്ചുകൊണ്ട് ഹെബ്രായർ 2:15 ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നവരെ മോചിപ്പിച്ച കർത്താവിനെ കുറിച്ച് മനഃശക്തി, ഇതിനെ രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ട് മക്കളെ, യേശു ക്രിസ്തു ഏകരക്ഷകൻ. ഇന്ന് ലോകത്തെ, മാനവകുലത്തെ ഈ പിശാചിനെ പിടിഞ്ഞ് രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിനല്ലാതെ, സ്വർഗത്തിനല്ലാതെ, വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ സത്യക്രിസ്ത്യാനിക്കല്ലാതെ ഈ പിശാചിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അവൻ തോൽപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഇത് കണ്ടില്ല, എവിടെയും അക്രമം, മ്ലേച്ഛതകള്, ലഹരി, കൊലപാതകങ്ങള്, വയലൻസ്, ആത്മഹത്യകള്. ഇത് ഏത് ആത്മാവാ മക്കളെ? ഏത് ആത്മാവാ? പരിശോധിക്കണം. അതുകൊണ്ട് ഈ മേഖലകളൊക്കെ മനസ്സിലാക്കി ആത്മീയ ശുശ്രൂഷ വൃത്തിയോടെ, അഭിഷേകത്തോടെ, വിശുദ്ധിയോടെ ചെയ്യാൻ നമുക്കായാൽ നമുക്ക് മോചനമുണ്ട്. ഇല്ലേ, പിശാച് കൊണ്ടു. പിന്നെ കഥ പറഞ്ഞിട്ടും വിശേഷം പറഞ്ഞിട്ടും ഒന്നും പറഞ്ഞിട്ട് കാര്യം. അനേകം മക്കൾ അച്ഛനെ വിളിക്കുന്നുണ്ട്. ഞാൻ പറയും, നിങ്ങളുടെ മക്കൾ ഈ പ്രവർത്തിക്കുന്ന ആത്മാവിനെ പരിശോധിക്കുക, നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ആത്മാവിനെ പരിശോധിക്കുക. ആത്മാവാണ് ജീവൻ തരുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. അച്ഛനെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അധികാരത്തില് അപ്പന്റെ അമ്മയുടെയും ദൈവമക്കളുടെയും പൗരോഹിത്യത്തിന്റെ അധികാരത്തില് സഭയുടെ നാമത്തില് നമ്മൾ പ്രാർത്ഥിക്കാണ്. ഈ മേഖല മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കും. കുമ്പസാരിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. സ്വർഗസ്ഥനായ പിതാവിനുള്ള പ്രാർത്ഥനയിൽ ഈശോ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറക്കരുത്. എന്തോടെ ഈശോ അങ്ങനെ പഠിപ്പിച്ച? ദുഷ്ടാരൂപിയുണ്ട്, പ്രലോഭനങ്ങളുണ്ട്. നമ്മുടെ മക്കൾ വീഴരുത്. പ്രാർത്ഥിക്കണം മക്കളെ. പ്രാർത്ഥന മുടക്കരുത്. പിശാച് അലർന്ന സിംഹത്തെ നടക്കുന്നുണ്ട്. കാത്ത് രക്ഷിക്കണമേ, സംരക്ഷിക്കണമേ, വിടുതൽ നൽകണമേ, കേറി പറ്റിയതിന് വിടിവിക്കണമേ. പ്രാർത്ഥിക്കാം. നമ്മെ കൈവിടില്ല മക്കളെ. നമ്മുടെ ദൈവം കർത്താവിന്റെ നാമത്തിലെ ശക്തി ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടങ്ങുന്ന യേശു നാമത്തിലെ ശക്തി അപരിമയമായ ശക്തിയാ. ഈ കർത്താവും നമ്മുടെ കൂടെ ഉള്ളപ്പോ നാമെ തോൽപ്പിക്കാൻ ആർക്കാ പറ്റുക? പക്ഷെ കൂടെ വേണം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആരാധനയില് ഈ വലിയ വിമോചനത്തിന് വേണ്ടി നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണേ. ഇതിന്റെ ധ്യാനങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ, നോമ്പുകാലത്തെ ധ്യാനങ്ങൾ ഏറെയുണ്ട്. അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ഈ ഉത്ഥാനത്തിന്റെ ഈ ഈസ്റ്റർ കാലഘട്ടം നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും വലിയ വിജയത്തിന്റെ, സമാധാനത്തിന്റെ ഉത്ഥാനമായി മാറട്ടെ. നമുക്കതിനു വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, പിശാചുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് അനേക മക്കളെ അങ്ങ് സുഖപ്പെടുത്തി. മഗ്ദലന മറിയത്തിൽ നിന്ന് 7 പിശാചുക്കളെ അങ്ങ് ബഹിഷ്കരിച്ചപ്പോ ആ പെണ്ണ് പിന്നീട് ഒരിക്കലും പാപം ചെയ്യാതെ കർത്താവെ അങ്ങയുടെ സ്വന്തമായിട്ട് ജീവിച്ചു. അവൾക്ക് പിന്നെ പാപം ചെയ്യണമെന്നേ തോന്നിയില്ല. കാരണം അവളിൽ നിന്ന് അങ്ങ് പിശാചുക്കളെ പുറത്താക്കി. യേശുവേ, ഇന്ന് പല പിശാചുക്കളും കയറി പറ്റിയത് കൊണ്ടാണ് ഞങ്ങളും ഞങ്ങളുടെ മക്കളും പാപത്തില്, തിന്മയില്, പാപകരമായ ബന്ധങ്ങളില്, പിശാചികതകളില്, ആസക്തികളില് കുടുങ്ങിക്കിടക്കുന്നതെന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ, വലിയ വിമോചനം നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ വിടുവിക്കുമ്പോ ആ വിടുതലിനു വേണ്ടി, ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങൾ ഇതാ ഈ സമയം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷുദ്രത്തിന്റെയും വശീകരണ യന്ത്രങ്ങളുടെയും ഭക്ഷണത്തിലൂടെയും ഗിഫ്റ്റുകളിലൂടെയും സിനിമകളിലൂടെയും സ്പർശനത്തിലൂടെയും ജഡികമായ പാപത്തിലൂടെയും വ്യഭിചാര പ്രവൃത്തികളിലൂടെയും ഞങ്ങളുടെ മക്കളിലേക്ക് കയറി വന്നിരിക്കുന്ന പൈശാചിക ശക്തികൾ തെറ്റായ സ്നേഹക്കുരുക്കില്, പ്രേമക്കുരുക്കില് ഞങ്ങളുടെ മക്കളെ ഇതാ കെണിപ്പെടുത്തിയിരിക്കുന്നു. ഈശോയെ, ഈ അവസ്ഥയിൽ നിന്നൊക്കെ ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ വിമോചനത്തിനായി, വിടുതലിനായി അങ്ങേ തിരുസന്നിധിയില് ഇന്ന് അങ്ങയുടെ മക്കൾ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വലിയ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ തിരുസന്നിധിയില് നമ്മെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമായ വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും എത്തിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ടും എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ആഭിചാര്യത്തിന്റെ, ക്ഷുദ്രത്തിന്റെ, വശീകരണ യന്ത്രങ്ങളുടെ, ഹലാലിന്റെ എല്ലാ പൈശാചിക ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും
വശീകരണ യന്ത്രങ്ങളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ജഡികാസക്തികളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവയൊന്നും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന അങ്ങയുടെ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും സ്വാധീനങ്ങളിൽ നിന്നും, ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും, എല്ലാ ദുശീലങ്ങൾക്കും തർക്കദോഷങ്ങൾക്കും തെറ്റായ തീരുമാനങ്ങൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും, തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഇവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവർ കർത്താവേ അങ്ങയുടെ സ്വന്തമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് മക്കളിൽ ആവസിച്ച്, ഞങ്ങളിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ മക്കളെ നിറയ്ക്കണമേ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളുടെ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥം സാന്നിധ്യം ഞങ്ങൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ എല്ലാ തിന്മയുടെ ബന്ധനത്തിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിന്റെ വലിയ ശക്തിയാല് നമ്മുടെ മക്കൾ നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കും. മക്കളെ, ഇരുകരങ്ങൾ കർത്താവെങ്കിലും ഉയർത്തി ദിവ്യകാരണത്തിൽ നിന്ന് ആ വലിയ ശക്തി നമ്മിലൂടെ നമ്മുടെ മക്കളിലേക്കും കുടുംബത്തിലേക്കും പ്രിയപ്പെട്ടവരിലേക്ക് പ്രവഹിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, സ്വയം മഹത്വം. കർത്താവേ ശക്തി പ്രവഹിക്കട്ടെ. പൈശാചിക ശക്തികൾ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ ശക്തിയാൽ നിർവീര്യമാക്കപ്പെടട്ടെ. അങ്ങയുടെ അധികാരം, അങ്ങയുടെ ശക്തി എല്ലാ മക്കളും പ്രകടമാകട്ടെ. സാത്താൻ ഇടിമിന്നൽ പോലെ നിബന്ധിക്കട്ടെ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. യേശുവേ മഹത്വം. നമ്മുടെ മക്കൾ ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ സമാധാനത്തിനും സ്നേഹത്തിനും സന്തോഷത്തിനും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് നമ്മുടെ മക്കൾ സംതൃപ്തി അനുഭവിക്കട്ടെ, യേശുവിൽ സമാധാനം അനുഭവിക്കട്ടെ, യേശുവിൽ സന്തോഷം അനുഭവിക്കട്ടെ. പിശാചിൽ നിന്ന് മോചനം പ്രാപിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി ഈ നിമിഷം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. കർത്താവിന്റെ ശക്തി നിറയപ്പെടാൻ, മോചനത്തിന്റെ ശക്തി നിറയപ്പെടാൻ വേണ്ടി നന്ദിയോടെ സ്തുതിച്ച് ഈശ്വരാശീർവാദം സ്വീകരിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.